ജീവിതത്തിലൂടെ തന്റെ ശാരീരികമായ വികാര വിചാരങ്ങളെ അടക്കാനാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിവാഹം കഴിക്കണേ, വിവാഹം കഴിക്കണേ. ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് വികാരങ്ങൾ അടക്കാൻ വിവാഹം. വികാരങ്ങൾ അടക്കാൻ വേറെ ഒരു പോംവഴിയും ഇല്ല. ചില പുരുഷന്മാര് കൈപ്രയോഗം നടത്തും, ചില പുരുഷന്മാര് മുഷ്ടിമൈഥുന്യം കൈകൊണ്ടുള്ള സുഖം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നാകിഹുൽ യദി മൽഊൻ, കൈകൊണ്ട് നിക്കാഹ് കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാ. കൈകൊണ്ട് സുഖം എടുക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അതേപോലെ യുവതികളായ സഹോദരിമാർ കൈക്രിയകൾ ചെയ്യുന്നുവെങ്കിൽ അവളും ശപിക്കപ്പെട്ടവളാണ്, അവളും ശപിക്കപ്പെട്ടവളാണ്. ആധുനിക സംവിധാനങ്ങൾ കൊണ്ട് ചൈനക്കാരന്മാര് നിർമ്മിച്ചിരിക്കുന്ന സുഖലോലുപതയ്ക്ക് വേണ്ടിയുള്ള പാശ്ചാത്യ സംസ്കാരത്തെ കിടപിടിച്ചുകൊണ്ട് യന്ത്രങ്ങളിലൂടെയും ഇലക്ട്രിക് ഉപകരണങ്ങളിലൂടെയും പുരുഷന്മാരും സ്ത്രീകളും സ്വയം ഭോഗം നടത്തുന്നുവെങ്കിൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നു അത് നിഷിദ്ധമാ, അത് ഹറാമാ. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കരുത്. തന്റെ കൈകളിലുള്ള ശുക്ലങ്ങളുണ്ടല്ലോ, ഈ ശുക്ലങ്ങൾ നാളെ ആഖിറത്തിൽ നിന്റെ കൈകൾ ഹാജരാക്കുമ്പോ നിന്റെ കൈകളിലൂടെ ഒലിച്ചുപോയ ശുക്ലങ്ങൾ ഈ വിരൽ തുമ്പിൽ അത് കുട്ടികളെ പോലെ കിടന്നിട്ട് ഉപ്പാ 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 ഉമ്മ എന്ന് വിളിക്കുമ്പോ ഇതെങ്ങനെ ഉണ്ടായ കുട്ടികളാണ്, ഉമ്മയാണെന്ന് ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് കൈപ്രയോഗം ഇസ്ലാം അനുവദിക്കുന്നില്ല. പരിശുദ്ധ ഇസ്ലാം അതിന്റെ ഒരുപാട് വിശദീകരണമുണ്ട്, ഒരുപാടിലേക്ക് കടക്കുന്നില്ല. വ്യംഗ്യമായി പറഞ്ഞു പോവുകയാണ്, മനസ്സിലാക്കണം. ഈ വിനീതനോട് ചോദിച്ചിട്ടുണ്ട് കത്തിലൂടെ, സ്വയം ഭോഗം ചെയ്യാവോ ഉസ്താദേ? ഇല്ല 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 ഇല്ല. സ്വയം ഭോഗത്തിലൂടെ ശാസ്ത്രീയ വശങ്ങൾ പോലും പഠിപ്പിക്കുന്നത് എന്തെന്നറിയുമോ? ഒരു ഭാര്യയെ നിനക്ക് പിന്നീട് തൃപ്തിയാക്കാൻ കഴിയുകയില്ല. സ്വയം ഭോഗത്തിലൂടെ നിന്റെ വികാരങ്ങൾ നശിക്കുകയാണ്, നിന്റെ ലിംഗത്തിന്റെ ഞരമ്പുകൾ തേഞ്ഞുമാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് വേണ്ടവണ്ണം ആ ലിംഗം ഉദ്ധരിച്ചുകൊണ്ട് നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുമ്പോ തുടക്കത്തിൽ തന്നെ ശീഘ്രസ്ഖലനമുണ്ടാവുകയും നിന്റെ ശാരീരിക ഇച്ഛയ്ക്ക് അറുതി വരുത്തുകയും പെണ്ണിന്റെ ഇച്ഛയ്ക്ക് വീണ്ടും ഉത്ഭവം കുറിക്കുകയുമാണ് ചെയ്യുന്നത്. അതിലൂടെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരുമ്പോ അവളുടെ വിചാരത്തിലേക്ക് പോകും. അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം യുവാക്കളെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ശാസ്ത്രീയ വശമായും പറയുന്നത് സ്വയം ഭോഗം പാടില്ല, അത് ഹറാമ് തന്നെ, നിഷിദ്ധമാ. ഹനഫി മദ്ഹബ് അനുസരിച്ച് വ്യഭിചാരത്തിലേക്ക് പോകുമെങ്കിൽ സ്വയം ഭോഗം ആകാമെന്ന് പറയുന്നുണ്ട്. വേണമെങ്കിൽ ചെറുപ്പക്കാർ അങ്ങനെ ഒരു നിയത്തെടുക്കും. തോന്നുന്നത് പോലെ മദ്ഹബൊന്നും മാറാനൊന്നും പറ്റില്ല. തോന്നുന്നത് പോലെ അത് അങ്ങനെ ഒരു വ്യഭിചാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ സ്വയം ഭോഗം അനുവദനീയാണെന്ന് പറഞ്ഞാൽ, ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 3-4 പ്രാവശ്യം സ്വയം ഭോഗം ചെയ്യുന്നവർ എന്തോ അപ്പൊ എത്ര വ്യഭിചരിച്ചോണ്ടിരിക്കുക ജോലി? ഏതായപ്പോ വ്യഭിചരിച്ചോണ്ടിരിക്കുക ജോലി. അപ്പൊ അത് ഹറാമ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു മസല പറഞ്ഞു കൊടുത്താൽ ഉമ്മത്ത് ഇന്ന് തച്ചിലിരിക്കുന്നു മുതൽ. അപ്പൊ അതുകൊണ്ട് അത് ഇസ്ലാം അനുവദിക്കുന്നില്ല, അത് തെറ്റ് തന്നെയാണ്. ചില ആളുകളൊക്കെ പറയും സഹാബാക്കൾ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ചെയ്തിട്ടുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെയൊന്നുമില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ എന്താ, ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഞങ്ങളുടെ ഇന്ദ്രിയത്തുള്ളികളൊക്കെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരുന്നു. അല്ലാതെ അവരൊന്നും സ്വയംഭോഗം ചെയ്തിട്ടൊന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ പറഞ്ഞിട്ട് അത് സഹാബാക്കൾ യുദ്ധത്തിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കും ആകാമെന്നും പറഞ്ഞ് 3-4 പ്രാവശ്യം ഓരോരുത്തർ ചങ്ങാതിമാര് മറിഞ്ഞടിച്ച് വീണ പ്ലാസ്റ്റിക് കോഴിയെ പോലെ ആയിട്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചു സൂക്ഷിച്ചു. അള്ളാഹു കാത്തിരിക്കട്ടെ. ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല, അതറിയില്ല സംഭവം. ശീഘ്രസ്ഖലനം. അതിലൂടെ ഭാര്യ ഇറങ്ങി ഒളിച്ചോടി പോകും, പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പാടില്ല. തന്റെ ശാരീരിക ഇച്ഛയ്ക്ക് പരിഹാരമാണ് വിവാഹം. അതിനാണ് പെണ്ണെട്ടാൻ പറയുന്നത്. എന്റെ സമയാവും പെണ്ണെട്ടി കൂടെ ചില അപ്പാമാരും ഉമ്മമാര് സമ്മതിക്കുന്നില്ല പോലും. നമ്മുടെ പിള്ളമാര് പരാതി പറയുന്നു, ഉപ്പ ഉമ്മ കല്യാണത്തിന്റെ പ്രായം എത്തിയിട്ട് കുട്ടികൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തില്ല. നിങ്ങൾ ആ കുട്ടികൾ വല്ല തെറ്റിലേക്ക് പോയാൽ ആ കുട്ടികളുടെ സകലമാന തെറ്റുകൾക്കും പരിപൂർണ ഉത്തരവാദിത്വം ഈ ഉപ്പയും ഉമ്മയും വഹിക്കേണ്ടി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ പോലെ എന്നെ തീരുമാനം എടുത്തോ,
നാളെ പോലെ തന്നെ തീരുമാനം എടുത്തോ. കുട്ടികൾക്ക് വേണ്ട വണ്ണം കല്യാണം കഴിപ്പില്ല. കല്യാണം മുടക്കിയാൽ കുറെ പ്രശ്നങ്ങളുണ്ട്. അത് കഴിഞ്ഞ വർഷവും ഞാനിവിടെ പറഞ്ഞു. കല്യാണം മുടക്കാൻ നിൽക്കും. കല്യാണം കഴിക്കാൻ പറ്റുമോ? അവന് 9 ലവ് ഉള്ളത്. 9 ലവ് പോയ കെട്ടിയേക്കല്ലേ പോലെ. മനുഷ്യന്മാരെ ഇടങ്ങാറാക്കാൻ ആർക്കാ ഇല്ലാത്തത്? എല്ലാവരുടെ മോന് പെണ്ണ് കെട്ടിയവന്മാർക്ക് 25 വീതം. ഓരോ ചങ്ങാതിമാര് ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, മുമ്പേ നിങ്ങൾ ഇങ്ങനെയുള്ളവരായിട്ട് വരണം, ഇതുപോലുള്ള ബന്ധങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വരണം എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിവാഹത്തിന്റെ സമയമെത്തുമ്പോ അവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്ക്. പരിശുദ്ധ ഇസ്ലാം നബി തങ്ങൾ പഠിപ്പിക്കുന്നത് 16 വയസ്സാകുമ്പോ അവന്റെ പിതാവ് അവന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കട്ടെ, അവളുടെ പിതാവ് അവൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കട്ടെ. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുമ്പോ ഇന്ന് 16 സുപ്രീം കോടതി പോലും 15 വയസ്സായ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തപ്പെട്ടാൽ അത് ബാലിക പീഡനമായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പോലും വിധി പുറപ്പെടുവിച്ചിരിക്കുമ്പോ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയല്ലേ, പക്വതയെത്തിയാൽ പ്രായമെത്തിയാൽ അവളെയും അവനെയും നിങ്ങളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണേ. ഇവരാ